ഹായ് ഓൾ, 2023 പ്രവേശന പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. നമുക്കറിയാം നീറ്റ് എൻട്രൻസ് എക്സാമിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് മെയിലാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഇനിയുള്ളത് 6 മാസമാണ്. ഈ ഒരു 6 മാസം നമ്മൾ ആത്മാർത്ഥമായി സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കൂ, അല്ലേ? അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുക്കാം? കഴിഞ്ഞ വർഷം ഇതേ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർക്കെല്ലാം ബ്രില്യൻ്റ് ഒരു ആശ്വാസമായിരുന്നു. എങ്ങനെ? ബ്രില്യൻ്റ് ക്രാഷ് കോഴ്സിലൂടെ. ഈ വർഷവും ബ്രില്യൻ്റ് ക്രാഷ് കോഴ്സ് 2023യുമായി നിങ്ങളുടെ മുൻപിലേക്ക് അവതരിക്കുകയാണ്. ബ്രില്യൻ്റിലെ നിരവധി ഫീച്ചേഴ്സിലൂടെ, നിരവധി ഫെസിലിറ്റീസിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുക. ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് നീറ്റ്, JEE Main, KEAM പോലുള്ള പ്രവേശന പരീക്ഷകളിൽ നിങ്ങളെ പ്രാപ്തമാക്കുക എന്ന പൂർണ്ണ ആത്മവിശ്വാസവുമായാണ് ബ്രില്യൻ്റ് ഈ വർഷവും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്, ക്രാഷ് കോഴ്സിൽ എന്തൊക്കെ ക്രൈറ്റീരിയകളാണുള്ളത് എന്നെല്ലാം ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമാക്കി തരിക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, www.brilliantpala.org എന്ന സൈറ്റിൽ കയറിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റ്. സോ നമുക്ക് ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി എങ്ങനെ അപ്ലൈ ചെയ്യാം, ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം www.brilliantpala.org എന്ന നമ്മുടെ സൈറ്റിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ക്രാഷ് കോഴ്സ് 2023 നീറ്റ് JEE Main ആൻഡ് KEAM എന്ന് പറഞ്ഞ് ഈ വർഷം ക്രാഷ് കോഴ്സിനായ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു കവർ പിക്ക് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കവർ പിക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ബ്രില്യൻറ്റിൽ നിന്നുകൊണ്ട് അവാർഡ് വാങ്ങിയ, കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികളുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം ഹോം, എബൌട്ട്, സെൻറ്റേഴ്സ്, ബ്ലോഗ്, കോഴ്സസ്, സ്റ്റുഡൻസ് പോർട്ടൽ, റിസൾട്ട്, കോൺടാക്ട്. നമ്മളിപ്പോൾ ഒരു കോഴ്സിൽ, ബ്രില്യൻറ്റിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് നമുക്കിതിൽ കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. കോഴ്സസിൽ ബ്രില്യൻറ്റിൽ നിരവധി പ്രോഗ്രാമുകളാണുള്ളത്. നമുക്കറിയാം BOT+E പ്രോഗ്രാം, അതുപോലെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം, പിന്നെ നമ്മുടെ റിപ്പീറ്റർ, ഇതെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. ആൻഡ് നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് സൈറ്റിൽ. നമ്മൾ ക്രാഷ് കോഴ്സ് സെലക്ട് ചെയ്യുന്നു. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ ഒരു പേജിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാം, കോഴ്സ് ബ്രൗസറും രജിസ്റ്ററും. നമുക്ക് ആദ്യം സ്വാഭാവികമായിട്ടും എന്താണ് ക്രാഷ് കോഴ്സ്, എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് അതിലുള്ളത്, എത്ര മാർക്ക് കരസ്ഥമാക്കിയവർക്ക് ഇതിലേക്ക് അഡ്മിഷൻ നേടാം, പിന്നെ അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രവേശന പരീക്ഷകളിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും കോഴ്സ് ബ്രൗസറിൽ നിങ്ങൾക്ക് കാണാം. സോ ഇതിൽ കോഴ്സ് ബ്രൗസർ തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും വായിച്ചിരിക്കണം. കാരണം ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സ് ബ്രൗസറിലാണ് എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. കോഴ്സിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എവിടേക്കാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ക്ലാസ് സെൻറ്റേഴ്സ് ഉള്ളത്, അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ് എന്തെല്ലാമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ഡീറ്റെയിൽസ് എന്തെല്ലാമാണ്, ഇതെല്ലാം കോഴ്സ് ബ്രൗസറിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ വിദ്യാർത്ഥികൾക്ക് എന്താണ് നമ്മുടെ കോഴ്സ് ബ്രൗസറിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. 3 ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് ക്രാഷ് കോഴ്സിലുള്ളത്. ഓൺലൈൻ, ക്ലാസ് റൂം ബാച്ച്, ഹൈബ്രിഡ്. ഓൺലൈൻ ക്ലാസ്സുകളും ക്ലാസ് റൂം ബാച്ചും ജാനുവരി 1 ആരംഭിക്കും. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് ബാച്ച് എന്നല്ലേ? ഹൈബ്രിഡ് ബാച്ചിലെ ക്ലാസ്സുകളും പരീക്ഷകളും ബോർഡ് എക്സാം കഴിയുന്നത് വരെ ഓൺലൈൻ ആയിരിക്കും. എന്നാൽ +2 ബോർഡ് എക്സാമിന് ശേഷം ഹൈബ്രിഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ക്ലാസ് റൂം ബാച്ചുകളിലേക്ക്, അതായത് ഓഫ്ലൈൻ ബാച്ചിലേക്ക് മാറ്റപ്പെടും. ഇനി ക്ലാസ് റൂം ബാച്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് ക്രൈറ്റീരിയകൾ ഇതിൽ പറയുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ +1ൽ 80% മുകളിൽ കരസ്ഥമാക്കിയവർക്കാണ് ഓഫ്ലൈൻ ബാച്ചിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. CBSE, ICSE പോലുള്ള സിലബസുകളിൽ 10ാം ക്ലാസ്സിൽ 70% മുകളിൽ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. അടുത്ത പേജിൽ ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് എന്നീ 3 മൊഡ്യൂളുകളുടെയും ഫീസ് ഘടന നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ബ്രില്യൻറ്റിലെ എന്തെല്ലാം സ്കോളർഷിപ്പുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് അർഹരാകാൻ സാധിക്കുക എന്നുള്ള വിവരം കൂടി നൽകിയിട്ടുണ്ട്.
CBSE ICSE വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ്സിലെ സയൻസ് ആൻഡ് മാത്സ് വിഷയങ്ങളിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ. മികച്ച സ്കോറുകൾ കരസ്ഥമാക്കിയവർക്ക് 100% മുതൽ 10% വരെ സ്കോളർഷിപ്പുകളാണ് ലഭിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് +1 റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് പരിഗണിക്കുന്നത്. JEE KEAM ലക്ഷ്യം വെക്കുന്നവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റും നീറ്റ് ലക്ഷ്യം വെക്കുന്നവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത്. സ്റ്റേറ്റ് സിലബസിലും നല്ല സ്കോർ നേടിയവർക്ക് 100% മുതൽ 10% വരെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ ഒരു ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് ബെർലിനിലെ നിരവധി ഫീച്ചേഴ്സും ഫെസിലിറ്റീസും എല്ലാം വിദ്യാർത്ഥിയിലേക്ക് ചേരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും പ്രവേശന പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കുമെന്ന്. ആ ഫീച്ചേഴ്സിലെ പ്രധാന ഘടകങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശന പരീക്ഷകളിൽ മാത്രമല്ല, +2 ബോർഡ് എക്സാമിലും നമുക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കും ഈ ക്രാഷ് കോഴ്സിലൂടെ. കാരണം വേറൊന്നുമല്ല, ബോർഡ് എക്സാമിന് സഹായകരമായി +2 ടോപ്പിക്സ് ആണ് ആദ്യം വിദ്യാർത്ഥികൾക്ക് എടുക്കുന്നത്. പരീക്ഷ എന്നുവരെയാണോ വിദ്യാർത്ഥികൾക്കുള്ളത് അന്ന് വരെ ക്രാഷ് കോഴ്സ് വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആയിരിക്കും. ടീച്ചിങ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ പ്രൊഫസേഴ്സാണ് വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിലൂടെ നയിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനത്തെ കൃത്യമായി നിരീക്ഷിക്കാനും മോണിറ്റർ ചെയ്യാനും നമ്മുടെ മെന്റർമാരെല്ലാം റെഡിയായി കഴിഞ്ഞു. ബെർലിനിൽ മറ്റ് പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെയും ക്രാഷ് കോഴ്സുകളിലെ വിദ്യാർത്ഥികളെയും എല്ലാം ഉൾപ്പെടുത്തി ചാപ്റ്റർ വൈസ് എക്സാംസ്. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി ബെർലിനിൻ്റെ ലേണിംഗ് ആപ്പിലേക്കുള്ള ആക്സസ് ലഭിക്കും. നിരവധി വിജയികളെ സൃഷ്ടിച്ച ഈ ലേണിംഗ് ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് വിദ്യാർത്ഥികൾക്കായി ഉള്ളത്. ലൈവ് റെക്കോർഡഡ് ക്ലാസുകൾ, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് വീഡിയോ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ്, അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി ബെർലിൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫീച്ചേഴ്സിലൂടെയും ഫെസിലിറ്റീസിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പഠിക്കാൻ അർപ്പണബോധമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷത്തെ പ്രവേശന പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കോഴ്സ് ബ്രൗസറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ബാക്ക് വന്നു. കാരണം നമ്മൾ ആദ്യം കണ്ടിരുന്ന 2 ഓപ്ഷൻ കോഴ്സ് ബ്രൗസറും രജിസ്റ്ററുമാണ്. സോ നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഒന്നിൽ നിന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ യൂസർ, ന്യൂ യൂസർ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ബെർലിനിൻ്റെ വെബ്സൈറ്റിൽ ഒരു യൂസർ ID ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പുതിയതായി ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. വിദ്യാർത്ഥി ഒരു ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ ന്യൂ യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റുഡൻസ് ID നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സൈനപ്പ് ആസ് എ സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നീടുള്ളത് സ്റ്റുഡൻസ് നെയിം, നിങ്ങളുടെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പിന്നീട് ഫോൺ നമ്പർ, നിങ്ങളുടെയോ നിങ്ങളുടെ പേരൻസിൻ്റെയോ ഒക്കെ ഫോൺ നമ്പർ, ആരുടെയാണോ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക. പിന്നീട് ഇമെയിൽ അഡ്രസ്, പിന്നെ ക്രിയേറ്റ് പാസ്വേഡ്. നമ്മൾ ആദ്യം തന്നെ സൈറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു സ്റ്റുഡൻസ് ID യും പാസ്വേഡുമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ സോ നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നൊരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കൺഫേം പാസ്വേഡും നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് കൺഫേം ആക്കി. ആൻഡ് ഇനിയുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ക്ലാസ് സ്റ്റഡി. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്ലാസ് 5 സ്റ്റഡി, ക്ലാസ് 6 സ്റ്റഡി. അപ്പോൾ നിങ്ങളൊരു ക്രാഷ് കോഴ്സിന് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രാഷ് ഓർ ടെസ്റ്റ് സീരീസ് ഫോർ 12th കംപ്ലീറ്റഡ്. ആ ഓപ്ഷനാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു. യെസ്, ഇനി നമ്മൾ സൈനപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ സൈനപ്പ് കൊടുത്തു. സൈനപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ കൊടുത്തിരുന്ന നമ്മുടെ ഒരു ഫോൺ നമ്പറിലേക്ക് ബെർലിൻ്റെ ഒരു OTP കോഡ് വരും, ഒരു വെരിഫിക്കേഷൻ കോഡ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ മെൻഷൻ ചെയ്യണം. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ സൈനപ്പ് കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സ് ബെർലിനിൽ നിന്നും OTP വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വെൽക്കം ടു ബെർലിൻ പാല, OTP ഫോർ യുവർ 1 ടൈം സൈനപ്പ് ഈസ് എന്ന് പറഞ്ഞൊരു കോഡ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ബെർലിൻ സ്റ്റഡി സെൻറ്റർ പാല. അപ്പോൾ നമ്മൾ ഈ കോഡ് വെച്ച് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് ID ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മുടെ സൈനപ്പ് സക്സസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ കാണിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഐ ഡി ക്രിയേറ്റഡ് ആയി. നമുക്കിവിടെ നമ്മുടെ പേരും സ്റ്റുഡൻസ് ഐ ഡി, നമ്മുടെ സ്റ്റുഡൻസ് ഐ ഡി എന്താണ് എന്നുള്ളതൊക്കെ ഇതാ ഇവിടെ നമ്മുടെ പേജിൻ്റെ ഈ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇനി നമ്മൾ പ്രവേശിക്കുന്ന നമ്മുടെ ഒരു പേജ് എന്ന് പറയുന്നത് നമുക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയുണ്ട് ബ്രില്യൻറ്റിൽ എന്നുള്ളതാണ്. ബ്രില്യൻറ്റ് നീറ്റ് ടെസ്റ്റ് സീരീസ്, ക്രാഷ് കോഴ്സ് മെഡിക്കൽ ഓൺലൈൻ ആൻഡ് ക്രാഷ് കോഴ്സ് മെഡിക്കൽ ഓഫ്ലൈൻ, ക്രാഷ് കോഴ്സ് എഞ്ചിനീയറിംഗ് ഓഫ്ലൈൻ, നിരവധി കോഴ്സുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണം രജിസ്റ്റർ ചെയ്ത് കാണിക്കാം. ഇതുപോലെ തന്നെയാണ് മറ്റ് കോഴ്സുകളിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. യെസ്, നമുക്ക് ക്രാഷ് കോഴ്സ് മെഡിക്കൽ ഓൺലൈനിൽ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇതേ പ്രോസസ്സ് തന്നെയാണ് മറ്റ് കോഴ്സുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, എന്നാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാനുവരി 1-ാം തീയതിയാണെന്ന് നമുക്കറിയാം. ആൻഡ് യെസ്, സെലക്ട് സെൻറ്റർ. ഇതിൽ നമ്മളിപ്പോൾ ക്രാഷ് കോഴ്സ് മെഡിക്കൽ ഓൺലൈനാണ് നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഓൺലൈൻ മാത്രമേ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ. ഓൺലൈൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആൻഡ് സെലക്ട് പ്രിഫേർഡ് ബാച്ച്. നമുക്കറിയാം 1 ജാനുവരിയിലാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ആ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. നമ്മൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്കുള്ള നമ്മുടെ റിക്വസ്റ്റ് നമ്മുടെ അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്യേണ്ട ഒരു പേജിലേക്കാണ്. എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ നമ്മുടെ സ്ട്രീം സെലക്ട് ചെയ്യുക. ഇതിൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാം. CBSE, ISC, SSLC, THSLC. സോ നമുക്ക് സ്റ്റേറ്റ് സിലബസിലെ ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കാം എന്നുള്ളത് സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ SSLC, THSLC എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇയർ ഓഫ് പാസിംഗ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. റിസൾട്ട് സ്റ്റാറ്റസ്, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കുക. 10th നമ്മുടെ റോൾ നമ്പർ മെൻഷൻ ചെയ്യുക. 10th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലഭിച്ച ഗ്രേഡ് എത്രയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ 10th നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേറ്റ് സിലബസിലുള്ളൊരു വിദ്യാർത്ഥി ചൂസ് ചെയ്ത ഒരു സ്ട്രീമാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ HSC എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ +2 പാസ്സാകാൻ പോകുന്ന വർഷം, റിസൾട്ട് സ്റ്റാറ്റസ്, 11th നമ്മുടെ റോൾ നമ്പർ, 11th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലഭിച്ച മാർക്ക് എന്നിവ സമർപ്പിക്കുക. ഇനി നമ്മൾ നമ്മുടെ +1 മാർക്ക് ഷീറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെസ്, അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യാൻ ഒരു പ്രിവ്യൂ പേജ് നമുക്കിവിടെ കാണാം. അത് കൃത്യമായി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. അങ്ങനെ നമ്മൾ ഫൈനലി ക്രാഷ് കോഴ്സ് 2023 ഒരു വിദ്യാർത്ഥിയായി. അതിൻ്റെ ഒരു കൺഫർമേഷൻ നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമ്മുടെ ഫോണിലേക്കും വാട്സപ്പിലേക്കും നമ്മളിതിൽ കൊടുത്ത നമ്മുടെ മെയിലിലേക്കും എത്തും. ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഈ വർഷത്തെ പ്രവേശന പരീക്ഷകളിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്കായി ബ്രില്യൻ്റ് ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമാണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്, ക്രാഷ് കോഴ്സിൽ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് വിദ്യാർത്ഥികൾക്കായി കൊടുത്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിപ്പോൾ കണ്ടു. ഇനിയുള്ള ഈ ഒരു സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനിയുള്ള സമയമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെ സാധ്യമാക്കി തരുന്നത്. സോ അത് കൃത്യമായി വിനിയോഗിക്കുക. ബി സിൻസിയർ. താങ്ക് യു.